സർ, UDFിൻ്റെ കാലത്ത് ഇൻഷുറൻസിലൂടെ ചികിത്സാ ധനസഹായം നൽകിയിരുന്നത് 30,000 രൂപയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിവിധ ഇൻഷുറൻസ് സ്കീമുകളെ ഏകോപിപ്പിച്ചു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നു സർ. ആ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 2019 നിലവിൽ വന്നതിന് ശേഷം 5 ലക്ഷം രൂപയായി, 30,000 രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഒരു കുടുംബത്തിന് ധനസഹായം ഉയർത്തി സർ. 2021 ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് 2.5 ലക്ഷം ക്ലെയിമുകളാണ്. ഞാൻ പറയുന്നത് വസ്തുതയാണ് സർ, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് 2.5 ലക്ഷം ക്ലെയിമാണ് സാർ ഉണ്ടായത്. 2.5 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലെയിമാണ് 2021-22 സാമ്പത്തിക വർഷം ഉണ്ടായിരുന്നത്. സർ, കഴിഞ്ഞ വർഷം, അതായത് 2024 വർഷം മാത്രം പരിഗണിച്ചാൽ 6.25 ലക്ഷം ക്ലെയിമുകൾ സർ. അത്രയും ക്ലെയിമുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നമ്മൾ കൊടുത്തു തീർത്തിട്ടുള്ളത്. അപ്പോൾ 3 ഇരട്ടിയിലധികം വർധന സൗജന്യ ചികിത്സയിൽ സംസ്ഥാനത്തുണ്ടായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കാസ്പിൽ പുതിയ ആളുകളെ ചേർക്കുന്നില്ല. ആരാണ് സാർ ചേർക്കാത്തത്? കേന്ദ്ര സർക്കാരാണ്. അതെന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയാത്തത്? പലതവണ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു സർ, പുതിയ ആളുകളെ, അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കണം. പക്ഷെ കേന്ദ്രം അനുവദിക്കുന്നില്ല. ഇനി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. 1600 കോടി രൂപയാണ് ഓരോ വർഷവും നൽകുന്നത്. അതിൽ നമ്മൾ പറയുന്നതല്ല, കേന്ദ്ര സർക്കാർ ഇതിൻ്റെ 1ാം സ്ഥാനത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കേരളത്തിന് കഴിഞ്ഞ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് നൽകുകയാണ് സർ. 1600 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകുന്നു. അവിടെ കേന്ദ്ര സർക്കാർ നൽകുന്ന തുക എത്രയാണെന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. കേന്ദ്ര സർക്കാർ നൽകുന്ന തുക 130 കോടിക്കും 150 കോടിക്കും ഇടയിലാണ്. അതായത് 9% താഴെ മാത്രമാണ് സർ കേന്ദ്ര സർക്കാർ നൽകുന്ന അവരുടെ വിഹിതമായിട്ട് അവർ നൽകുന്നത്. അപ്പോൾ ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ശ്രമിക്കുന്നത്.